ചോദിച്ച കമൻറ്റ് ബോക്സിൽ കൂടെ ചോദിച്ച ക്വസ്റ്റ്യനൊക്കെ ഇതിലൂടെ ഞാൻ ആൻസർ പറഞ്ഞു തരുന്നതാണ്. അതായത് ഒരുപാട് പേര് ചോദിച്ചാണ് നിങ്ങളെ പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, നീറ്റ് 2025 പ്രിപ്പറേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്തോ, അതുപോലെ എവിടെയാണ് നിങ്ങൾ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുപോലെ അല്ലെങ്കിൽ ജോയിൻ ചെയ്തോ, പിന്നെ എന്തുകൊണ്ടാണ് അവിടെ ചേർന്നത് എന്നും കൂടി ഇതിൽ കൂടെ ഞാൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ മെറ്റീരിയലൊക്കെ ഒരുപാട് പേര് പഴയത് ഒഴിവാക്കി പുതിയത് വാങ്ങുന്നുണ്ട്. അപ്പോൾ പുതിയ മെറ്റീരിയലൊക്കെ കിട്ടിയോ, പിന്നെ ഇതൊക്കെ ഞാൻ ഇതിൽ കൂടെ പറഞ്ഞു തരുന്നതാണ്. അതിനു മുന്നേ ഒരു സന്തോഷ വാർത്ത അറിയിക്കേണ്ടത്, നമ്മുടെ ചാനൽ 1000 സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ 1000-ൽ കൂടുതലായിക്കണേ. നിങ്ങളുടെ ഇതുവരേക്കുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഇത്രയും എത്തിയത്. അപ്പോൾ ഇനിയും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ്. നീറ്റ് 2025 നമ്മുടെ പ്രിപ്പറേഷന് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഈ വീഡിയോ കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതലുണ്ടാവും. നിങ്ങളും അസൈലുമായി ബന്ധപ്പെട്ട എല്ലാ ഡൗട്ടും ഞാൻ ഇതിൽ ക്ലിയർ ആക്കി തരുന്നതാണ്. ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നതാണ്. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവരും ആലോചിക്കുന്നുണ്ടാവും, ഇതെന്താ 2 ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടി പോയി ചേർന്നിരിക്കണമെന്നാവും. അതായത് 2 ബ്രില്യൻറ്റിൻ്റെയും അതുപോലെ തന്നെ സൈലത്തിൻ്റെയും ലോഗോ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്നുണ്ടാവും. അതൊക്കെ ഞാൻ വീഡിയോയിൽ പറയാം, അവിടെ ചേർന്നിരിക്കണമെന്നൊക്കെ. ഫസ്റ്റ് നമുക്ക് സൈലത്തിലേക്ക് പോകാം. ഞാൻ ഇപ്രാവശ്യം സൈലം ധീരയിലാണ് ചേർന്നത്. അപ്പോൾ എന്താ ഫിനിക്സ് ബാച്ചിൽ ചേരാത്തെന്ന് വെച്ചിട്ടുണ്ടാവും. ഞാൻ ചോദിച്ചു കുറേ പേരോട്, അതായത് എന്തെങ്കിലും ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ ഫിനിക്സ് ബാച്ചിൽ നമുക്ക് 720 എക്സാം ഇടയ്ക്കിടയ്ക്ക് ആഴ്ചയിലൊക്കെ ഇങ്ങനെ നമുക്ക് ഇട്ടുതരും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പിന്നെ കൂടുതൽ ഡീപ്പൊന്നും പോവില്ല, അതൊക്കെ അങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ഓൺലൈനല്ലേ, ഏത് നേരത്തും വേണമെങ്കിൽ നമുക്ക് കാണാം, അതുപോലെ തന്നെ എത്ര സ്പീഡിൽ വേണം അടിച്ചു വിടാം എന്നൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട്. അപ്പോൾ നമുക്ക് ധീരയിൽ ചേരുന്നത് കൊണ്ടുള്ള പ്രത്യേകിച്ച് ഫിനിക്സിൽ ചേർന്നുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ബെനിഫിറ്റ് ഇല്ല എന്നറിഞ്ഞത് കൊണ്ടാണ് ഞാൻ വീണ്ടും ധീരയിലേക്ക് ചേർന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഡീപ്പ് പറഞ്ഞാലും അറിയുന്നതാണെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ 2x ഇടുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് വലിയ ഡിസ്റ്റർബ് ആവില്ല നമുക്ക്. ഞാൻ ആരും 2x ഇട്ട് കണ്ട് തന്നെയാണ് കാണൽ. അതായത് ഞാൻ ലൈവ് ആയിക്കാണ്ട് ലൈവിൻ്റെ ടൈമിൽ തന്നെ കാണലില്ല. അതായത് ലൈവ് അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഇത് കാണാറുള്ളത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം, അതായത് കഴിഞ്ഞതിൽ ഞാൻ സൈലത്തിൽ തന്നെ പിന്നെ അതിൽ ഇല്ലാത്ത കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇപ്രാവശ്യം കിട്ടുന്നുണ്ട്. അത് വലിയ ബെനിഫിറ്റാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ആഗ്രഹിച്ചിരുന്നു ഇങ്ങനത്തെ ഓപ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എന്ന്. അതിൽ ഫസ്റ്റത്തെ ഓപ്ഷൻ ഞാൻ കാണിച്ചു തരാം. ഇതിലിപ്പോൾ ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് ഇതാണ് നീറ്റ് 2025 തന്നെയാണ്, ധീര നീറ്റ് 2025 തന്നെയാണ്. ഇതാണ് ഞങ്ങളുടെ ബാച്ച്. ഇതിൽ കയറിയാൽ ഇപ്പോൾ ക്ലാസ് കുറച്ച് നടന്നിരിക്കണ ഞാൻ പേൾ ഓപ്ഷൻ കാണിച്ചു തരാം. ഈ പേൾ ഓപ്ഷൻ കഴിഞ്ഞ പ്രാവശ്യം ഷൂട്ട് ചെയ്ത വീഡിയോസാണ്. അന്ന് നമുക്കിങ്ങനെ ആ ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനി നമുക്ക് ഓരോന്നിങ്ങനെ അപ്ലോഡ് ചെയ്ത് തരല്. അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അറിയാത്ത ചാപ്റ്റർ ആണെങ്കിൽ കുറച്ച് നേരത്തെ കാണാനുള്ള ഓപ്ഷനൊന്നും അതിൽ ചെയ്യാൻ. അതായത് ലൈവ് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കാണാൻ, അതിൻ്റെ മുന്നേ തന്നെ കാണാനുള്ള ഒരു ഓപ്ഷനും ഇല്ല. അപ്പോൾ അതുവരേക്ക് വെയിറ്റ് ചെയ്യാം. അതിക്ക് ഓർഗാനിക്കിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് തന്നെ കണ്ടു തുടങ്ങാനുള്ള ഓരോ ഓപ്ഷൻ എനിക്കില്ല. ഇപ്പോൾ നമുക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ ഷൂട്ട് ചെയ്ത വീഡിയോ ഫുള്ള് നമുക്ക് അതുപോലെ ഇതിൽ അപ്ലോഡ് ചെയ്ത് നിൽക്കണേ. അപ്പോൾ ഞാൻ കെമിസ്ട്രി എടുത്ത് കാണിച്ചുതരാം. എല്ലാ ചാപ്റ്റേഴ്സും ഇതിലുണ്ടാവും, അതുപോലെ തന്നെ എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ഒന്നാമത്തായി എനിക്ക് യൂസ്ഫുൾ ആയത്. പിന്നെ എന്തൊക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ സൈലം പ്രീമിയർ ലീഗ് നമുക്ക് ഇപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്ത് നിൽക്കണേ. ഇതിൽ നമുക്ക് കഴിഞ്ഞ 2024 സൈലം പ്രീമിയർ ലീഗ് അതിലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അതുപോലെ തന്നെ റിവിഷൻ നമുക്ക് നമ്മുടെ ചാപ്റ്റർ കൊണ്ടുപോകുന്ന ടൈമിൽ തന്നെ നമുക്ക് റിവിഷൻ എന്നുള്ള ഒരു ഓപ്ഷനും കൂടി വരുന്നത് കൊണ്ട് നല്ല യൂസ്ഫുള്ളാണ്. പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ ഒരുപാട് യൂസ്ഫുള്ളാവും. അതായത് ഇപ്പോൾ അത്യാവശ്യം കോൺസെപ്റ്റൊക്കെ അറിയാം, എന്നാൽ ഒന്നും കൂടി ഫ്രഷപ്പ് ചെയ്യണമെങ്കിൽ ഈ ഫീച്ചേഴ്സ് ഭയങ്കര യൂസ്ഫുള്ളാണ്. എല്ലാ ചാപ്റ്റേഴ്സിനും നമുക്ക് ഇതിൽ കാണുന്നുണ്ട്. ഇത് ഞാനിപ്പോൾ എടുത്തു നോക്കിയപ്പോൾ കണ്ടാണ്. പിന്നെ ഈ സൈലം ധീര നീറ്റിൽ ചേർന്നവർക്ക്
സൈലം 2.0, അതായത് കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയത്, 18-ാം തീയതി ജൂൺ 18-ന് തുടങ്ങിയത്. ഇതിൽ അങ്ങനെ ചാപ്റ്റർ എടുത്ത് തുടങ്ങണുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഈ ബാച്ച് കാണാൻ ചാടാം, അത് നമുക്ക് ഓപ്ഷനാണ്. ഇതിൽ തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് ആവശ്യമുള്ള സമയത്ത് തന്നെ കാണാനുള്ള ഓപ്ഷനും ഇതിൽ തന്നെ ഉണ്ട്. ഇതിൽ ധീര നീറ്റിൽ ചേർന്നാക്കി ധീര നീറ്റ് 2.0യും കിട്ടുന്നുണ്ട്. അതുപോലെ നമ്മൾ ചേർന്ന ബാച്ചും കിട്ടും, പേൾ വീഡിയോ കിട്ടും, പിന്നെ സൈലം പ്രീമിയർ ലീഗ് അത് കഴിഞ്ഞ പ്രാവശ്യത്ത് കിട്ടും. അത് ഞാൻ അന്ന് ഡൗൺലോഡ് ചെയ്ത് വെക്കണം വിചാരിച്ചതിന്, കാരണം നല്ല യൂസ്ഫുൾ ആയതുകൊണ്ട് വീഡിയോ ഞാൻ അന്ന് ലാസ്റ്റ്ക്ക് ചെറുതായി ഒന്ന് വൈപ്പിപ്പോയി. ചെറുതായല്ല, നല്ല വൈപ്പിക്കണേ. കാരണം ഞാൻ എൻ്റെ ചാനൽ ശ്രദ്ധിച്ചവർക്ക് തന്നെ കാണാം, നല്ല ഓളത്തിൽ ഇങ്ങനെ വരികയിനി. അതിന് ശേഷമാണ് ഞാൻ ചാനൽ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട്, ചാനൽ സ്റ്റോപ്പ് ചെയ്ത പാടന്നെ എൻ്റെ പഠിത്തവും സ്റ്റോപ്പ് ആയിക്കണേ. അതായത് ചാനലും പഠിത്തവും നല്ലതിൽ ഇങ്ങനെ പോണ ടൈമിന് ലാസ്റ്റ് ഞാനൊരു നവംബർ, അതായത് എല്ലാവരും ഒന്നുകൂടി പ്രിപ്പറേഷന് സ്ട്രോങ് ആക്കുന്ന ടൈമിലാണ് ഞാൻ പോയത്. ഇപ്രാവശ്യം നല്ല രീതിയിൽ കൊണ്ടുപോകണം. അതിന് ഞാൻ ഇപ്പോൾ തന്നെ തുടങ്ങിയിരിക്കണം. അതിൻ്റെ ഫലമാണ് ഇത് കാണുന്നത്. ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ ഇപ്പോൾ നമ്മുടെ ക്ലാസ് കാണുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇത് നമ്മളെ ക്ലാസ് കണ്ടുപോകുന്നുണ്ട്. അതായത് ഓർഗാനിക് ഞാൻ കണ്ടിപ്പോൾ ഞാനിപ്പോൾ ക്വാളിറ്റേറ്റീവ് അതുപോലെ തന്നെ പ്യൂരിഫിക്കേഷൻ്റെ ഭാഗമൊക്കെ ഞാൻ പഠിച്ച്, അത് ഞാനിപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. നമ്മളെ ക്ലാസ്സിനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഇത് കൊണ്ടുപോകുന്നതാണ്. കാരണം ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ഒരു നവംബർ ജനുവരിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് പഠിച്ചാൽ നമുക്ക് പ്രഷർ കൊണ്ട് അങ്ങനെ പഠിക്കാൻ കഴിയില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ചാപ്റ്റർ തീർന്നാൽ അത്രയും തീരാച്ചാണ്ടാണ് ഇപ്പോൾ ഞാൻ പ്യൂരിഫിക്കേഷൻ്റെ ആ ഭാഗമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഈ ചാപ്റ്ററിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോവുകയാണ്. അല്ലാഞ്ഞാൽ ലാസ്റ്റിലേക്ക് എത്തുമ്പോൾ ബുദ്ധിമുട്ടാവും. അപ്പോൾ ഈ ടിപ്സ് ആർക്കെങ്കിലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. അതായത് നിങ്ങൾക്ക് ഏറ്റവും ടഫായ ഭാഗം ഒരു സൈഡിൽ കൂടെ വല്ല കൊണ്ടുപോകുക. അതായത് ഒരു ദിവസം തന്നെ എല്ലാം കൂടി എടുക്കരുത്. നമുക്ക് അതുപോലെ പറയാനുള്ളത്, ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ക്ലാസ്സും ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാരണം അത് ലാസ്റ്റിലേക്ക് എന്തായാലും ബുദ്ധിമുട്ടാവും. ഇപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് അതേപോലെ കൊണ്ടുപോവുക. പിന്നെ നമുക്ക് ബുദ്ധിമുട്ടായ ഭാഗം 1-2 ക്ലാസ് നമ്മൾ ഒന്ന് എക്സ്ട്രാ ടൈം കണ്ടെത്തിയാണ്ട് നമ്മളൊന്ന് സൈഡിൽ കൂടെ കൊണ്ടുപോയാൽ മതി. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ധീരത്തെ ടീച്ചേഴ്സാണ്. നല്ല ടോപ്പ് ടീച്ചേഴ്സാണ്, നല്ല മനസ്സിലാക്കി തരും. ഞങ്ങൾക്കിപ്പോൾ ഈ ടീച്ചേഴ്സൊക്കെ ഞങ്ങൾക്ക് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടേനി, ഇതിൽ ഇതൊക്കെ ഉണ്ടേനി. പിന്നെ ഈ സാറ്, അതായത് NH സാറ്, നഹാസ് സാറാണ്. പിന്നെ അതുപോലെ തന്നെ SPS സാറ്, BH സാറ്, ഇതൊക്കെ ഇപ്പോൾ ഞങ്ങൾ ഇപ്രാവശ്യം പുതിയത് വന്നതാണ്. ഈ BH സാറ് മറ്റേ റെക്കോർഡ് എടുത്തതിലുണ്ടേനി, പൊളി ക്ലാസ്സാണ്. ഇപ്പോൾ ഞങ്ങൾക്ക് പ്ലാൻ കിട്ട എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അടിപൊളി ക്ലാസ്സാണ്. അപ്പോൾ ഇത്രയും സാറുമാരാണ് നമുക്ക് ധീരയിലുള്ളത്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി. അടുത്ത് ഇവിടുത്തെ ഷെഡ്യൂൾ കാണിച്ചു തരാം. അതായത് നമ്മുടെ ബാച്ച് എടുക്കുക, ലേറ്റസ്റ്റ് സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഡിസ്ക്രിപ്ഷനിൽ നമുക്കിവിടെ കാണാൻ പറ്റും. നമ്മുടെ ഇതൊക്കെ ഈ ഭാഗത്താണ് ഫിസിക്സ്, കെമിസ്ട്രി സബ്ജക്റ്റ് വൈസ് ആയിക്കൊണ്ടുകൊണ്ട്, അതുപോലെ തന്നെ ഒന്നായിട്ട് ഫുൾ കൊടുത്തതുകൊണ്ട് ഇതാണ്. ഇതിപ്പോൾ ജൂൺ 30-ാം തീയതി വരെയുള്ള ടൈം ടേബിളാണ് കൊടുത്തത്. അത് നമുക്ക് ചാപ്റ്റർ വൈസ് ആയി കണ്ടുകൂടെ കിട്ടും. ഇപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ ഫിസിക്സിൽ ഇപ്പോൾ ജൂൺ 29-ാം തീയതി വരെ ഉള്ള ചാപ്റ്റേഴ്സാണ്. യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ് തീർത്തുകയാണ്. അതുപോലെ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, മോഷൻ ഇൻ എ പ്ലെയിന്, അതുപോലെ നമുക്ക് ബാക്കിയുള്ള ചാപ്റ്റേഴ്സൊക്കെ ഇവിടെ കിട്ടും. വേണമെങ്കിൽ നമുക്ക് ഇവിടെയുള്ള ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഓപ്ഷൻ നോക്കിയാണ്ട് നമുക്ക് എവിടെയെങ്കിലും സേവ് ചെയ്ത് വെക്കാനുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. എപ്പോഴും നമുക്ക് ആപ്പിൽ കയറി നോക്കണമെന്നില്ല, അല്ലെങ്കിൽ ഫുൾ ഡൗൺലോഡ് ചെയ്യണമെങ്കിലും ചെയ്യാവുന്നതാണ്. പിന്നെ ഇവിടുത്തെ എക്സാം എന്ന് പറയുമ്പോൾ പ്രാവശ്യം ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞിരുന്നു, പിന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അതിൻ്റെ ഷെഡ്യൂളിൻ്റെ എന്തോ പ്രോബ്ലം കൊണ്ട് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. പിന്നെ GIB എല്ലാ മന്തിൽ GIB ഉണ്ടാവും. പിന്നെ പറഞ്ഞത് പിന്നെ ഇപ്രാവശ്യം ഓൾ ഇന്ത്യ ടെസ്റ്റ് സീരീസ് വരുന്നുണ്ട്. ഇപ്പോൾ എല്ലാ വീക്കിലുമാണ് ഇവിടെ എക്സാം നടക്കുന്നത്. അതായത് മിനി നീറ്റിൻ്റെ മോഡൽ എല്ലാ വീക്കിലും നമുക്ക് എക്സാം ഉണ്ടാകും. പിന്നെ പുതിയ സ്റ്റുഡൻസിനൊക്കെ അറിയാവുന്ന വിചാരിക്കുന്നു, ഇതിൽ തന്നെ ലൈബ്രറീൻ്റെ ഓപ്ഷൻ ഉണ്ട്. ലൈബ്രറീൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ലൈബ്രറി നോക്കിയാൽ നമുക്ക് ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരുന്നുണ്ട്. ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ PYQ 11, PYQ ക്ലാസ് 12 അങ്ങനെ മൊഡ്യൂൾ വെച്ചുകൊണ്ട് ഓരോ
ക്വസ്റ്റ്യനും നമുക്ക് ഇതിൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സൈലം ധീര ബാച്ചിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്തൊക്കെ ഫീച്ചേഴ്സാണ് കിട്ടുന്നത്. എല്ലാം പുതിയതായി ചേരാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ ഞാൻ ക്ലാസ് കാണിച്ചു തരാം. ഇപ്പോൾ BH സാറിൻ്റെ ക്ലാസ് ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് ഇട്ടുതരാം. ഞങ്ങൾക്ക് പ്ലാങ്കിൻ്റെ ഇനി എടുത്തത് പ്ലാങ്കിൻ്റെയാണ് ഞങ്ങൾക്ക് എടുത്തത്. അതിൽ ഫസ്റ്റ് ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങൾക്ക് കമൻറ്റ് കണ്ടാൽ തന്നെ മനസ്സിലാവും ഒരുപാട് കുട്ടികൾക്ക് താങ്ക് യു എന്ന് പറയുന്നതിൻ്റെ ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. അത്രയും നല്ല ക്ലാസ്സാണ് സാറെ ക്ലാസ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട. ഇതാണ് നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ ആദ്യത്തെ 2 ദിവസം പറയാം. ഒരേപോലെയാണ്. ആർക്കാണോ അവനവനിൽ വിശ്വാസം ഉള്ളത്, ആരാണോ അതിനനുസരിച്ച് വർക്കൗട്ട് ചെയ്യുന്നത്, ഓനൊക്കെ മാർക്ക് കിട്ടും. ഓനൊക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വർക്ക് ചെയ്യണ ഒരാളെയും ദൈവം ഇതുവരെ വെറുതെ വിട്ടിട്ടില്ല. സോ നിങ്ങൾ ആദ്യം നിങ്ങൾക്ക് വേണ്ടാണ്, നമ്മൾ ഉള്ളിൽ ആദ്യം ഉണ്ടായിരിക്കേണ്ട സാധനം, നമ്മളെ കയറി വരുന്നോട് നമ്മളെ റൂമിൽ ഒട്ടിച്ചേക്കേണ്ട സാധനമാണ്. മോർ ദാൻ എനിത്തിങ് എപ്പോഴും നമുക്ക് പോണത് ഒരു സാധനമാണ്. എനിക്ക് കിട്ടുമോ കിട്ടൂല എന്നുള്ളൊരു ചോദ്യം വരും. ഡൗട്ട്, കോൺഫിഡൻസ് കുറവ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതാണ് നമുക്ക് പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് വേണം. ഇതാരാ പറഞ്ഞ നാളെയും കൂടി നോട്ട് ചെയ്തേക്കാം. കാരണം കോൺഫിഡൻസ് കൊണ്ട് മാത്രം കയറി വന്ന് ടെന്നീസിൻ്റെ 10 വർഷമാണ്. ഈ വർഷം നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്ന് അടച്ച് പിടിച്ച് നമ്മൾ പഠിക്കും. പഠിച്ച് ഞങ്ങൾ പഴുക്കും. പഴുത്ത് കഴിഞ്ഞ് നമ്മൾ പരീക്ഷ എഴുതും. എന്നിട്ടൊരു 700, 710, 706, 710, 716, 719, അതിപ്പോൾ എല്ലാത്തവർ വേണ്ട 720 ഈ സ്കോർ നമ്മൾ അടിക്കും. എന്നിട്ട് ഏറ്റവും നല്ല കോളേജ് നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തതായി ചോദ്യം, എന്തുകൊണ്ടാണ് ഇവിടെ തന്നെ വീണ്ടും ചേർന്നത്? എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ തന്നെ അല്ല ചേർന്നത്, പിന്നെ വീണ്ടും ഇവിടെ തന്നെ എന്തിനാണ് ചേർന്നതെന്നുള്ള ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ ചാൻസ് ഉണ്ട്. കാരണം എനിക്ക് ഇവിടുത്തെ ക്ലാസ് ഒരുപാട് ഇഷ്ടപ്പെട്ടാണ്. അതാണ് എനിക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട് ഇവിടുത്തെ ക്ലാസ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് പോയതാണ്. അവിടെ എനിക്ക് പറ്റണില്ല. 5 സീറൊക്കെ വന്നാൽ ആകെ 2 സീറൊക്കെ അത്യാവശ്യം മനസ്സിലാവണമൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയൊക്കെ ഒരു കഥകാരം. അപ്പോൾ എല്ലാം മനസ്സിലാക്കി തരും ഇവിടുത്തെ ക്ലാസ് കൊണ്ട് തന്നെയാണ് ഞാനിവിടെ വീണ്ടും ജോയിൻ ചെയ്തത്. പിന്നെ ചോദിച്ചത് പിന്നെ മെറ്റീരിയൽ വാങ്ങിയെന്ന് വെച്ചാൽ മെറ്റീരിയൽ സംഭവം ഈ മെറ്റീരിയൽ തന്നെക്കാരം വീണ്ടും വരല്ലേ. അതായത് കഴിഞ്ഞ പ്രാവശ്യം തന്ന മെറ്റീരിയൽ തന്നെക്കാരം വീണ്ടും തരല്ലേ. ആ മെറ്റീരിയൽ എൻ്റെ അടുത്ത് ഇപ്പോഴും ഉണ്ട്. ഈ മെറ്റീരിയലിനേക്കാരം അവർ വീണ്ടും തരുന്നത്. ഇതിലുള്ള കുറേ പോർഷനൊക്കെ അവർ ഡിലീറ്റ് ചെയ്തേക്കണേ. അതൊക്കെ അവർ ഇപ്രാവശ്യം ബുക്കിൽ നിന്ന് റിമൂവ് ചെയ്യും. അങ്ങനെ തന്നെ കാരണം എനിക്കറിയില്ല, ഇനി കിട്ടിയവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യാം. മിക്കവാറും ഞാൻ പറഞ്ഞ മോഡൽ തന്നെ ആയിരിക്കും. അപ്പോൾ ആ മെറ്റീരിയലിൻ്റെ ഡൗട്ട് തീർന്നു വിചാരിക്കുന്നു. ഇപ്പോഴും നിങ്ങൾ ഈ ഡൗട്ട് തീർന്നിട്ടുണ്ടാവില്ല, ഇതെന്താ ബ്രില്യൻറ്റിൻ്റെ ആപ്പും കൂടി ഇതിലുണ്ടല്ലോ എന്നൊക്കെ. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ക്ലിയർ ആക്കി തരാം. ഇപ്പോൾ തന്നെ ഒരുപാട് ലെങ്ത് ആയിണ്. നിങ്ങൾ ആവശ്യപ്പെട്ട, അതായത് ചേരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഉണ്ടോയെന്ന് നോക്കാൻ പറ്റിയ വീഡിയോ ആയിരിക്കും. ആർക്കെങ്കിലും ചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും പറയുന്നത് പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. നമ്മൾ നീറ്റ് ആസ്പിറൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്ന ഒരുപാട് ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പ് എന്ന് പറഞ്ഞപ്പോഴാണ് ഓർമ്മ. നമ്മൾ നോട്ടൊക്കെ നമ്മൾ സെൻഡ് ചെയ്യാൻ നമുക്ക് ടെലിഗ്രാമിലും അതുപോലെ തന്നെ വാട്സപ്പ് ചാനലൊക്കെ നമ്മൾ ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. ആ സഹായമായി കൂട്ടിയാൽ മതി. പെയ്ഡ് പ്രൊമോഷനൊന്നുമല്ല. ബ്രില്യൻറ്റിൻ്റെ കാര്യം ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. അവിടെ ജോയിൻ ചെയ്തിക്കണോ ഇല്ലയോ എന്നൊക്കെ. പിന്നെ നിങ്ങളൊക്കെ എവിടെ ജോയിൻ ചെയ്തതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ എന്തുകൊണ്ടാണ് അവിടെ ചേരാനുള്ള റീസണെന്നും കൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. കാരണം അത് നെക്സ്റ്റ് വായിക്കുന്ന സ്റ്റുഡൻസിനും മനസ്സിലാവും ഇങ്ങനെയൊക്കെ പോരായ്മ അവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അടുത്ത ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നല്ലത് എന്നൊക്കെ അറിയണമെങ്കിൽ അവർക്ക് പെട്ടെന്ന് യൂസ്ഫുൾ ആവും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ ചാനൽ 1K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. ഇനിയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എൻ്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കണ്ടുള്ള ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു തരുന്നതാണ്. അപ്പോൾ നീറ്റ് 2025 ഓൾ ദ ബെസ്റ്റ്.